ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും ഉള്ള സംശയമാണ് മാത്സിലെ ടോപ്പിക് വൈസിൻ്റെ വെയിറ്റേജ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഓരോ ടോപ്പിക്കിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, എത്ര മാർക്കിന് ചോദിക്കുന്നുണ്ടെന്നല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് ആ ഒരു കൺഫ്യൂഷൻ നമുക്കങ്ങ് തീർത്തേക്കാം. കാരണം നമ്മളിപ്പോൾ ടോപ്പിക് വൈസ് അറിഞ്ഞ് പഠിക്കുമ്പോൾ ചില ആൾക്കാർക്ക് ചില ടോപ്പിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് കാരണം അവരങ്ങ് മടിക്കും, ബാക്കിയുള്ളതും കൂടെ എനിക്ക് കിട്ടത്തില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഓരോ ടോപ്പിക്കിൽ നിന്നും പർട്ടിക്കുലർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസേ ചോദിക്കത്തുള്ളൂ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നത് നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ നമ്മളിടുന്ന ഒരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ നടന്ന ഒരു പാറ്റേണിൽ ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയുള്ള എക്സാമിനും ഏകദേശം ഇങ്ങനെ പഠിച്ചിട്ട് പോയാൽ മതി എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിങ്ങൾ എന്തായാലും ഒരു 35 ക്വസ്റ്റ്യൻസ് വരുമല്ലോ. 35 ക്വസ്റ്റ്യൻസിനല്ലേ നമ്മൾ എക്സാം എഴുതുന്നത്, QA മാത്രം. ഇവിടെ ഇപ്പോൾ ഞാൻ QAയുടെ കാര്യം മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതേപോലെ ഓരോരോ ടോപ്പിക്കിനും നിങ്ങൾക്ക് സ്പെഷ്യൽ വെയിറ്റേജ് നമുക്ക് ഇനി വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ QAയുടെ കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സിംപ്ലിഫിക്കേഷനാണ് നോക്കുന്നത്. സിംപ്ലിഫിക്കേഷൻ 5 തൊട്ട് 6 വരെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഏറ്റവും വെയിറ്റേജ് കൂടുതൽ, ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, വെയിറ്റേജ് കൂടുതലായിട്ട് വരുന്നത് എവിടെയാണ്? സിംപ്ലിഫിക്കേഷനാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. അത് നിങ്ങൾ കുറച്ചുകൂടി നല്ല വൃത്തിക്ക് പഠിക്കുക. ഇനി അടുത്ത നമ്പർ സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടില്ല, അത് നമ്മൾ പഠിക്കും. അതിന്ന് 2-3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ആവറേജ് ഇന്ന് 1 തൊട്ട് 4 വരെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 ക്വസ്റ്റ്യൻസ് എന്ന് വരുന്നുണ്ട്. ഇനി അടുത്ത ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കൂടെ ചേർത്ത് 2-3 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അതിന്ന് ഒരു 3 തൊട്ട് 6 വരെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഫസ്റ്റ് സിംപ്ലിഫിക്കേഷൻ നിങ്ങൾ വൃത്തിക്ക് പഠിക്കുക. പിന്നെ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസിന് വെയിറ്റേജ് വരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് വരുന്നുണ്ട് ആണല്ലോ. അതേപോലെ നമ്പർ സിസ്റ്റം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഈ നമ്പർ സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് സിംപ്ലിഫിക്കേഷൻ തന്നെ ഇങ്ങനെ നമ്പർ ബേസ്ഡിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്പർ സിസ്റ്റം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് റേഷ്യോൻ്റെ പ്രൊപ്പോർഷൻ നമ്മൾ ഏകദേശം പഠിച്ചു കഴിഞ്ഞു. അതിൽ 3 തൊട്ട് 4 വരെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. മെൻസുറേഷൻ എന്ന് 2 തൊട്ട് 3. മെൻസുറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. ഇക്വേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അത് 2-3 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഇനി പെർസെൻറ്റേജ് 3 ക്വസ്റ്റ്യൻ വരെയൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ DI, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ ബാർ ഗ്രാഫ്, അതേപോലെ ഒജീവ്, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അതിന്ന് 2-3 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ പാർട്ട്ണർഷിപ്പ് എന്ന് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യനോ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കത്തുമില്ല. പക്ഷേ എന്നാലും നമ്മൾ ആ കണ്ടന്റ് അറിഞ്ഞിരിക്കണം. നമ്മൾ ഓരോ മാർക്കും നമുക്ക് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഫുൾ ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിട്ടേ പോകാവൂ. ഇപ്പോൾ ഒരു ടോപ്പിക്ക് എനിക്ക് കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പഠിക്കാതെ പോകരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്ത് നിന്ന് വിചാരിക്കും, അയ്യോ ഒരു പ്രാവശ്യമെങ്കിലും ആ ഒരു ടോപ്പിക്ക് നോക്കിയിരുന്നെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഒരിക്കലും വരാൻ പാടില്ല. അതുകൊണ്ട് മാത്സിനുള്ള എല്ലാ ടോപ്പിക്കും നിങ്ങൾ പഠിച്ചിട്ടേ പോവും. കാരണം ഏത് ലെവലിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ചിലപ്പോൾ അരച്ച് കലക്കി കുടിച്ചിട്ട് പോയ ഒരു ടോപ്പിക്കിൽ നിന്ന് ചിലപ്പോൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ വേറൊരു രീതിയിൽ ചോദിച്ചാൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒട്ടും അറിഞ്ഞിടാത്ത ഒരു ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയ ടോപ്പിക്ക് ചിലപ്പോൾ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് കാരണം നമുക്ക് ആ മാർക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് എനിക്ക് എല്ലാ മാർക്കും വേണമെന്ന് പറഞ്ഞ് തന്നെ പഠിച്ചിട്ട് പോവുക. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ആ ഒരു സമയത്തിൻ്റെ ഒരു ഇതുപോലെ ഇരിക്കും. എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഷിഫ്റ്റ് പോലെ ഇരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും കിട്ടുന്നത്, ചിലവർക്ക് പാടുള്ളതായിരിക്കും കിട്ടുന്നത്. നിങ്ങൾ നിങ്ങളുടെ ലെവൽ മാക്സിമം ട്രൈ ചെയ്യുക. എന്നിട്ട് ബാക്കി നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, ഇനി അടുത്ത ഏജ് റിലേറ്റഡ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഞാൻ റേഷ്യോൻ്റെ പ്രൊപ്പോർഷനിൽ തന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ സെപ്പറേറ്റ് നോക്കത്തൊന്നുമില്ല. അപ്പോൾ അതും നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോവുക. 0 ചിലപ്പോൾ ഒന്ന് ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല, ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാറുണ്ട്. ഇനി അടുത്തത് ട്രെയിനും നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസും ട്രെയിനിൽ നിന്നുമൊക്കെ രണ്ടെന്നും ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ നിന്നും 1-2 ക്വസ്റ്റ്യൻ ചോദിക്കും. ട്രെയിനിൽ നിന്നും 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്.
ഓക്കെ, ഇനി അടുത്ത LCM ആൻഡ് HCF എല്ലാം നമ്പർ സിസ്റ്റത്തിൻ്റെ കൂടെ തന്നെ നമുക്കങ്ങ് കൂട്ടാം. അതിൽ നിന്ന് തന്നെ 1-2 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിക്കുക. പിന്നെ വർക്ക് ആൻഡ് ടൈമിനെ കുറിച്ച് വലുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, എന്നാലും നമ്മൾ പഠിച്ചിട്ട് തന്നെ പോകണം. കാരണം ഇനിയുള്ള എക്സാം നടത്തുന്ന ആൾക്കാരത് ചോദിക്കാതിരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല, നമ്മുടെ സിലബസിലുള്ള ടോപ്പിക്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതും നമ്മൾ കൃത്യമായി പഠിച്ചിട്ട് പോവുക. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് വരുന്ന ഏരിയാസ് എന്ന് പറയുന്നത്. ഇനി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നതെങ്കിലും നമുക്ക് ജസ്റ്റ് ഓൾജിബ്രയ്ക്ക് ഇക്വേഷനൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് പോകുന്നത് നല്ലതാണ്. അപ്പോൾ കാരണം എത്രയോ വർഷം മുമ്പ്, കുറച്ച് കാലം മുമ്പിട്ടാണ് ഈ ഒരു റെയിൽവേ എക്സാം, RPFൻ്റെ എക്സാം നടന്നിട്ടുള്ളത്. 2018 ആ ഒരു റേഞ്ചിലാണ് നടന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇത്രയും വർഷത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ, അവരിനി ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഗ്രൂപ്പ് ഡിയുടെ ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ക്ലിയർ ആക്കിയിട്ട് പോവുക. പിന്നെ ഞാൻ ഓൾജിബ്രയുടെ ജസ്റ്റ് ബേസിക് ഒക്കെ ഒന്ന് പറഞ്ഞുതരാം, അതും കൂടെ ഒക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയുമാണ് നമുക്ക് നോക്കിയിട്ട് പോകാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇത്രയും മാത്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കുക. സിംപ്ലിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ആദ്യമേ പ്ലേയിങ് വിത്ത് നമ്പേഴ്സ് എന്ന് പറഞ്ഞ് കുറേ ടോപ്പിക്സ് ചെയ്യിപ്പിച്ചില്ലേ, അതെല്ലാം നല്ല കൃത്യമായിട്ട് പഠിക്കുക. ഇനി നമ്മൾ ആവറേജ് ജസ്റ്റ് നോക്കിയായിരുന്നു, നമ്പർ സിസ്റ്റം പഠിക്കാനുണ്ട്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ കുറേയൊക്കെ നോക്കി, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇനി പഠിക്കും, പെർസെൻറ്റേജ് നോക്കി, മെൻസുറേഷൻ പഠിക്കണം, പിന്നെ ഏജ് റിലേറ്റഡ് പ്രോബ്ലംസ് നോക്കിയിട്ടുണ്ട്, പാർട്ട്ണർഷിപ്പും DAയും ടൈമൊക്കെ പഠിക്കും. പിന്നെ നമ്മളെന്താ വർക്ക് ആൻഡ് ടൈം, LCM, ഇതൊക്കെ LCM HCF ഒക്കെ പെട്ടെന്ന് തീരും കേട്ടോ, നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ്. പിന്നെ നമ്മൾ ആവറേജ് ഏറെക്കുറെ പഠിച്ചു, പക്ഷേ ഇനിയും പഠിക്കാനുണ്ട് കേട്ടോ. അതിൻ്റെ അകത്തുനിന്ന് ഇനി കൊണ്ടുവരുന്ന ഏറെക്കുറെ പഠിച്ചു എന്ന് പറഞ്ഞാൽ സോറി ഞാനിപ്പോൾ ആപ്പിലെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. നിങ്ങളിപ്പോൾ ഇത്രയൊന്നും പഠിച്ചിട്ടില്ല. നിങ്ങൾ പഠിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സിംപ്ലിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ട്, നമ്മളത് ഒരുപാട് ക്ലാസ് പോയിട്ടുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്പർ സിസ്റ്റത്തിൻ്റെ കുറച്ച് ടോപ്പിക്ക് പഠിച്ചല്ലേ, നമ്പർ സിസ്റ്റം പഠിച്ചു. പിന്നെ നമ്മൾ ഇനി ആവറേജ് ഒക്കെ പഠിക്കും കേട്ടോ. റേഷ്യോ നമുക്ക് ഇനി അടുത്ത നമ്മൾ റേഷ്യോ സ്റ്റാർട്ട് ചെയ്തല്ലോ, പെർസെൻറ്റേജ് കഴിഞ്ഞു. ഇത്രയും ടോപ്പിക്കല്ലേ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ഏജ് റിലേറ്റഡ് പ്രോബ്ലം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, അതും കൂടെ നമ്മൾ പഠിക്കുക. ബാക്കിയുള്ളതെല്ലാം നമ്മൾ വഴിയെ പഠിക്കും കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പഠിച്ചിട്ടേ പോകത്തുള്ളൂ. LCM ആൻഡ് HCF നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എനിക്ക് ഈ ആപ്പിലെ ക്ലാസ്സും കൂടെ ആയിട്ട് മിക്സ് ചെയ്ത് പോയതാണ്. നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ക്ലാസ്സിൽ എന്താണ് പഠിപ്പിക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ വേറൊരു സബ്ജക്റ്റിൻ്റെ വെയിറ്റേജും കൂടെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.